ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൂമ്പ് തോരനാണ്. കൂമ്പ് തോരന് ഞാൻ കൂമ്പരിഞ്ഞ് അരിയുകയാണ്. കൂമ്പ് അരിഞ്ഞിട്ട് അതിന് ഒരു ശകലം വെളിച്ചെണ്ണ കയ്യിൽ പുരട്ടി അതിൻ്റെ വല കളയണം. ആ വല എന്ന് പറയുന്നത് അതിൻ്റെ കറയാണ്. അത് നമ്മൾ ഇതിനകത്ത് അതോടെ ചേർത്ത് നമ്മൾ തോരനുണ്ടാക്കുവാണ്. അതിനൊരു ചെറിയ കയ്പ്പ് തോന്നും. അതുകൊണ്ടാണ് ആ വല ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ വല ഞാൻ എടുക്കുന്നത് കാണിച്ചു തരാം. ഒരല്പം വെളിച്ചെണ്ണ കയ്യിലോട്ട് തൂത്തിട്ട് ഇത് രണ്ട് കയ്യിലും പുരട്ടിയിട്ട് അതൊന്ന് ഞെവിടി എടുക്കുവാണേൽ ആ വല നമ്മുടെ കയ്യിൽ തന്നെ തടയും. അതങ്ങനെ ഞെവിടി അതെടുത്ത് കളയണം. കണ്ടോ, എൻ്റെ കയ്യെ തൂങ്ങി കിടക്കുന്നത് അതാണ് ആ വല. അതെടുത്ത് കളയണം. ഞാൻ ഇതിന് വേണ്ടി തേങ്ങായ, ജീരകം, വെളുത്തുള്ളി, അല്പം കാന്താരി മുളക് ഇതെല്ലാം കൂടെ ചതച്ച് വെച്ചേക്കുക. കടുക് വറക്കാനായിട്ട് കടുക്, വറ്റൽമുളക്, അരി, കരിവേപ്പില ഇവയെല്ലാം ചേർത്ത് കടുവും വറക്കും. പിന്നെ ഒരല്പം ഒരു കൈ കൊള്ളുന്ന തുമര ഞാൻ ഉപ്പിട്ട് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട്. വൻപയർ ആണ് പിന്നെ തുമരയെക്കാട്ടിലും നല്ലത് ചേർക്കാം കേട്ടോ. സ്വാദ് അതായിരിക്കാം കുറച്ചുകൂടെ. ഞാൻ കടുക് വറക്കാണ്. കടുക് പൊട്ടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് തോരന് അരിഞ്ഞു വെച്ചേക്കുന്ന കൂമ്പ് ഇട്ട് കൊടുക്കാം. ഈ കൂമ്പെന്ന് പറയുന്നത് നമ്മൾ ഇതിന് ധാരാളം ഇരുമ്പിൻ്റെ അംശവും മറ്റ് പോഷകാംശങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആഹാര സാധനമാണ് കൂമ്പ്. നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ പിന്നെ ഉൾപ്പെടുത്തുന്ന വളരെ നല്ലതാണ് കേട്ടോ. ഇത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. ഞാനിങ്ങനെയാണ് തോരൻ വയ്ക്കുന്നത്. ഞാൻ ആദ്യം കടുക് വറുത്തിട്ട് അതിനകത്തേക്ക് തോരൻ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി പൊത്തി വെച്ച് വേവിക്കും. ഒന്ന് ആവി കയറ്റിയിട്ട് ഞാൻ അതിനകത്തോട്ട് ഉപ്പിട്ട് പിന്നെ കൊടുക്കുന്നു കേട്ടോ. നല്ല സ്വാദുള്ള ഒരു തോരനാണ്. നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക ഒക്കെ ചെയ്യുക. നമുക്ക് തുറന്നു നോക്കാം. അത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് അല്പം ഉപ്പ് ചേർത്ത് വീണ്ടും ഒന്നുകൂടെ മൂടി വെക്കുവാണ് ചെയ്യാൻ പോകുന്നത്. ഉപ്പിടുവാണേ. ഒന്നുകൂടെ പൊത്തി വെക്കുക. ഒരാവി കൊണ്ടാൽ മതി. ഒരു ആവി കയറുമ്പം നമ്മൾ തുറന്ന് വീണ്ടും അതിനകത്തോട്ട് വെന്ത് വെച്ചേക്കുന്ന തുമരയും മൂടിയെടുക്കുവാണ്. എടുത്തിട്ട് നമുക്ക് തുമര അങ്ങോട്ട് ഇട്ട് ഒന്ന് ഇളക്കി നമുക്കൊന്ന് ഇളക്കാം. ഇളക്കിയിട്ട് അതിനകത്തോട്ട് അരപ്പിട്ട് കൊടുക്കണം. അരപ്പിട്ട് കൊടുത്ത് നമ്മൾ പിന്നെ മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളവും കൂടെ അതിനകത്തോട്ട് ഒഴിക്കുന്നുണ്ട്. അതൊന്ന് പറ്റി വരുമ്പോഴത്തേന് ഈ തോരൻ വെന്തിരിക്കും. നല്ല ടേസ്റ്റുമാണ്.
ഇത് നല്ല പിന്നെ വൈറ്റമിൻസൊക്കെ ഉള്ള ഒരു തോരൻ തന്നെയാണിത് കേട്ടോ. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം, കൂട്ടി നോക്കുക. ഞാൻ അരപ്പിട്ടിട്ടുണ്ട്, അരപ്പിട്ട് ഇളക്കി ഒന്നുകൂടെ മൂടി വെച്ച് തുറന്നാൽ തോരൻ റെഡിയാവും. ഒത്തിരി നേരമൊന്നും വേണ്ട. കൊത്തി അരിയുന്നതിനുള്ള താമസം മാത്രമേ ഇതുപോലുള്ള തോരനുകൾക്കൊക്കെ ഉള്ളൂ. കടുക് വറുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇതൊക്കെ ആവും. നല്ല ടേസ്റ്റുള്ളൊരു തോരന. നിങ്ങളെല്ലാം വെച്ച് നോക്കണം, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. തോരനായിട്ടുണ്ട് കേട്ടോ. നല്ല